എല്ലാവർക്കും മാളൂസ് ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും എൻ്റെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പ്ലീസ്. പിന്നെ ഇപ്പോൾ നമ്മൾ രണ്ടാമത് വിരിഞ്ഞ കോഴിയമ്മയും മക്കളെയും വീഡിയോ ആണിത്. ഇവർക്ക് 2 ആഴ്ച കഴിഞ്ഞു. പിന്നെ ഇത് 3-ാമത്തെ ആഴ്ചയാണ്. കുട്ടികൾ 5 കുട്ടികളുണ്ട്. 5 കുട്ടികൾ ആക്റ്റീവാണ്. കുഴപ്പമൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. നമ്മൾ ഇവർക്ക് മെയിനായിട്ട് ഇവരെ ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂട് എത്ര വലിയ തിരക്കാണെങ്കിലും മാക്സിമം ഡെയിലി ആണ് വൃത്തിയാക്കുക. ഒരു കുഴപ്പമില്ല. ഞാൻ ഈ നെറ്റിൻ്റെ കൂടാണ്. അതിൻ്റെ മുകളിൽ ഒരു ഷീറ്റ് വിരിച്ചിട്ടുണ്ട്. രാവിലെ എപ്പോഴും ഷീറ്റ് ക്ലിയർ ആക്കും. ഇത് ഉച്ചക്കെടുത്ത വീഡിയോ ആണ്. പിന്നെ വെള്ളത്തിൻ്റെ പാത്രം അതുകൊണ്ട് ശ്രദ്ധിക്കണം. കാരണം ഇവരെ കാല് തട്ടിയിട്ടെല്ലാം വെള്ളം കൂട്ടിൽ മറിയുമ്പോൾ കോഴിക്കുട്ടികൾക്ക് പെട്ടെന്ന് ഇൻഫെക്ഷൻ ആവുകയും അസുഖം വരികയും തൂക്കൽ അങ്ങനത്തെ ഒരുപാട് അസുഖങ്ങളൊന്ന് പെട്ടെന്ന് ചത്തുപോകാനുള്ള സാധ്യതയുണ്ട്. ഇതുവരെ പിന്നെ നമ്മുടെ ഒറ്റ കുട്ടിയും ചത്തുപോയിട്ടില്ല. വിരിഞ്ഞ 5 അങ്ങനെ തന്നെ നല്ലോണം ആക്റ്റീവാണ്. അതുമാത്രമല്ല പിന്നെ പൂപ്പ് പിടിക്കാത്ത ഫുഡ് ഞാനിപ്പോൾ ഇവർക്ക് ഗ്രോവറാണ് കൊടുക്കുന്നത്. തന്നെ പൂപ്പൊന്നും പിടിക്കാത്ത നല്ലോണം നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ ഞാൻ ഇപ്പോൾ 2 ആഴ്ച ആയതിന് ശേഷം അച്ചിക്കോയിനെ പുറത്ത് വിട്ടിട്ട് അച്ചിക്കോയ്ക്ക് ഗോതമ്പ് മാത്രം കൊടുക്കും. കാരണം കുട്ടികളെ മേലെ കൂട്ടിൽ കിട്ടി. അപ്പോൾ അച്ചിക്കോയി കുറച്ച് ആക്റ്റീവായിരിക്കണം. അതിൻ്റെ ഭക്ഷണം നല്ല ക്ലിയറായിട്ട് അതിന് കിട്ടണ്ടേ, അല്ലെങ്കിൽ അച്ചിക്കോയ്ക്ക് അസുഖങ്ങൾ വരും. അവരെ സംരക്ഷിക്കാനുള്ള ഒരു പ്രതിരോധ ശേഷി അതിനും വേണ്ടേ. അപ്പോൾ അതിനുള്ള ഭക്ഷണം കൊടുത്താൽ കുഴപ്പമില്ല. ഇപ്പോൾ ഇലയും കൊടുക്കുന്നുണ്ട്. അപ്പോൾ മക്കളെ ആക്റ്റീവാണ്. ഓക്കെ, ബൈ.